സംഗതി കൊള്ളാല്ലേ. ഇനി അമ്മയുടെ ജീവിതം ഇവിടെ സുഖകരമായിരിക്കും അല്ലടാ. ഈ അഗതി മന്ദിരത്തില് മൊത്തം ഒരു 19 പേരെങ്കിലും ഉണ്ട്. ഇവിടെ എല്ലാവരും സമാധാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ജീവിക്കണത്. അതുകൊണ്ട് ചേച്ചി വിഷമിക്കണ്ട. ചേച്ചിക്ക് ഇവിടെ ഒരു വിഷമം ഉണ്ടാവില്ല. കേട്ടില്ലേ, അമ്മയ്ക്ക് ഇനി ഇവിടെ ഒരു കുഴപ്പം ഉണ്ടാവില്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ചേട്ടനെ വിളിച്ചോ. സമയാസമയത്തിന്റെ ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ ഇവിടെ കിട്ടും. അമ്മയുടെ കാര്യങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇവിടെ ഉണ്ടാവില്ല. അതെ, മിണ്ടി പറയാൻ 19 പേര് ഇവിടെ ഉണ്ട് അല്ലേ ഭാസ്കരൻ ചേട്ടാ? മിണ്ടി പറയാൻ മാത്രമല്ല, സമയം കളയാൻ ഇഷ്ടംമാതിരി സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. തന്നെയല്ല, ആഴ്ച 2 ദിവസം ഡോക്ടർ ഇവിടെ വരും, വിശദമായിട്ട് പരിശോധിച്ചു. പോരെ, എന്തൊക്കെ സൗകര്യങ്ങൾ അവിടെ ഉള്ളത്. അമ്മേ, എന്നാ ഞങ്ങൾ ഇറങ്ങുക, ഇടയ്ക്ക് വരാം. പിന്നെ പൈസ അയച്ചു തന്നേക്കാം. ഭാസ്കരൻ ചേട്ടാ, അപ്പൊ അമ്മയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ പോലെ. ശരി അമ്മേ, ഓക്കെ. മക്കളെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവോ? വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന കാര്യമാണെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ഒരു കാരണവശാലും അമ്മയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നേക്കുന്ന അവള് പറഞ്ഞേക്കണേ. എന്നെ തിരിച്ചു കൊണ്ടുപോകണമെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിങ്ങളെ തിരിച്ചു വിളിച്ചത്. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അമ്മയെ ഉപേക്ഷിച്ചു പോയ മക്കളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു സ്വസ്ഥതയും സമാധാനം ഉണ്ടാവില്ല. അവരുടെ ജീവിതത്തിൽ എന്നും ഒച്ചപ്പാടും ബഹളങ്ങളും സംഘർഷങ്ങളും ആയിരിക്കും. ജീവിതത്തിൽ അവർക്ക് സമാധാനം എന്ന് പറയുന്ന ഒരു സാധനം അവർക്ക് കിട്ടില്ല. ഇതേ ഞാൻ പറയുന്നതല്ല, ചരിത്രം അതാണ് പറയുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ? സംശയം ഉണ്ടെങ്കിലേ ഇന്ത്യ എന്ന അമ്മയെ ഉപേക്ഷിച്ചു പോയ ബംഗ്ലാദേശിന്റെ പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കൂടുതലൊന്നും ഞാൻ പറയണ്ടല്ലോ. പൊന്നു ചേട്ടാ, തിരിച്ചു കൊണ്ടുപോകാൻ സംഗതി ബംഗ്ലാദേശിന്റെ അവസ്ഥയാവുന്ന പ്രാവിയേക്കണേ. അമ്മ, എന്നാ നമ്മുടെ കൊച്ചിന്ത്യയിലേക്ക് നമുക്ക് തിരിച്ചു പോയാലോടാ. പോവാമ്മ. വെറുതെ ബംഗ്ലാദേശിലെ പോലെ കത്തിക്കുത്ത് കിട്ടി വെടികുട്ടി ചാവുണ്ടല്ലോ. വാ അമ്മ വീട്ടിലേക്ക് വാ. എന്നാ ഭാസ്കര, ഞാൻ എന്റെ വീട്ടിലേക്ക് പോട്ടെ. ചെന്നിട്ട് വേണം അവളന്മാർക്കിട്ട് ഒരു സർജിക്കൽ സ്ട്രൈക്ക് വെക്കാൻ. അമ്മ എന്താ മുറുമുറുക്കണേ? വാ അമ്മ, നമുക്ക് വീട്ടിലേക്ക് വാ. പാകിസ്ഥാനും ബംഗ്ലാദേശും മാറും. എടാ, ഇത് ഞാനാ. പറയാ സാർ. റഷ്യ എന്ന തന്ത ഉപേക്ഷിച്ചു പോയ ഉക്രൈനിൽ നിന്ന് മകന്റെ അവസ്ഥ നിനക്കറിയോ? ആ കഥ നീ കേട്ടിട്ടുണ്ടോ? നമുക്ക്